ഹലോ മഗൈസ്, ലോക്കൽ ചുറ്റാണ് നമ്മളിത് പോകുന്നത്. നേരെ ഡാൽ ലേക്കിലേക്ക് പോയി അവിടെ പോയി ഒരു ശീശ എടുത്തൊരു വലിയ വലിച്ചിരുന്നപ്പോ ഈ സീൻ കാണുന്നത്. ഏതാ അവൻ്റെയൊക്കെ പോസ്റ്റ് നോക്കി, എന്താ അവൻ്റെയൊക്കെ സെറ്റപ്പില്ലേ. കേറിയപ്പോ ഇത് ഒറ്റ ബോട്ടായിരുന്നു. ഇതിപ്പോ ഒരു ജങ്കാറിനുള്ള സെറ്റപ്പായി. എല്ലാരും കൂടി അവിടെ വന്നേക്കാം. അങ്ങനെ ഡാൽ ലേക്ക് നമ്മൾ അസ്രത്ത് ബാദ് ദർഗയിലേക്കാണ് പോയത്. ഏതാ സെറ്റപ്പ്, അവിടത്തെ ഒരു ആംബിയൻസ് ആണ് മോനെ, സീൻ സാധനം തന്നെ. ഏത് കാലത്താണ് ഇവർ ഇങ്ങനെയൊക്കെ പണത്തുണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെയാണ് വെച്ചാൽ എല്ലാവരും വന്ന് ഈ ഫോട്ടോ എടുക്കുന്നത് പ്രാവിനെ പറത്താൻ വേണ്ടി. പ്രാവൊക്കെ ഏതോ പെരയുടെ മണ്ടൊക്കെ ഇരിക്കുക. അങ്ങനെ നമ്മളിങ്ങനെ പോസ്റ്റ് അടിച്ച് ഈ മൂലൊക്കെ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ കാത്തിരിപ്പിന്റെ ഒടുവിൽ നമുക്ക് ആ അവസരം വന്നെത്തി. അങ്ങനെ കുറച്ചു നേരം പ്രാവിനെ പറിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയി. ജുമാ മസ്ജിദ്, ഇവിടെ ഉണ്ട് ഒരു ജുമാ മസ്ജിദ്. അവിടെയും കയറി നമ്മൾ നേരെ വിട്ടു നൈറ്റ് ഒന്ന് വൈബടിക്കാൻ. കാശ്മീർ വന്നിട്ട് നൈറ്റ് ലൈഫ് എന്നല്ല കണ്ടേ. ഇതാണ് ഇവിടത്തേക്ക് ഏത് നമ്മുടെ മറൈൻ ഡ്രൈവ് കൊച്ചിയൊക്കെ പോലത്തുള്ള സ്ഥലേ. ഇവിടെയൊക്കെ മൊത്തം പട്ടാൾക്കാരാട്ടോ. ഇവരുടെയൊക്കെ ഒരു കാര്യം ആലോചിക്കുക, രാവെന്നോ പകലൊന്നുമില്ല, മൊത്തം തണുപ്പത്ത് നിന്നവരെയും മൊത്തം പരിപാടി ചെയ്യുന്നത്. നമ്മളൊക്കെ അതുകൊണ്ട് വീട്ടിൽ സുഖമായിട്ട് ഉറങ്ങണം. ദുനിയാവിന്റെ ഏറ്റവും ഈ ഒരു ബോർഡുള്ളതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മളൊരു മാളിലേക്കാണ് പോയത്. ഇവിടുത്തെ ലൈറ്റ് പോലും ഇട്ടുള്ള എന്തായാലും മാളിന്റെ ഒരു അവസ്ഥ. രാത്രി 12 മണിയായി. അതും കഴിഞ്ഞ് നമ്മൾ ഈ സ്റ്റെപ്പ് വരെ എങ്ങോട്ടാന്നല്ലേ അത് നിങ്ങൾ നോക്കിയിരുന്നു. ഈ കാണുന്ന പൂപ്പാടയിലേക്കാണ് നമ്മൾ തോന്നുന്നത്. ഈ കാണുന്ന പൂപ്പാൻ അറിയാൻ വേണ്ട ആരുമില്ല. അവിടെ ചെന്നപ്പോഴാണ് ഡൈനിങ് ഇല്ല, നമ്മുടെ കൺമുമ്പിലാണ് ചിക്കൻ കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തിട്ടാ ഫുഡ് കഴിക്കേണ്ടുന്നത്. എന്തായാലും അവസ്ഥ. അങ്ങനെ ചിക്കൻ മാത്രമേ ഓർക്കണുള്ളൂ. വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും മടന്ന് അടിക്കുന്നത്. അങ്ങനെ അവിടെ ഉള്ള ചിക്കൻ നമ്മൾ തീർത്തു. ഈ സെറ്റപ്പ് ഓക്കെ ബൈ. അപ്പോൾ നിങ്ങളും കേട്ടോ.